ഓരോരുത്തരും നിറകണ്ണുകളോടെയാണ് ആ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സഹപാഠികളടക്കം വിതുമ്പുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ആ സ്കൂളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു അവൻ. സുധീഷ് കേൾക്കാമോ? വലിയ ദുഃഖം, പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമാണ് ആ കുഞ്ഞു വീടിന്റെ മുറ്റത്ത് നിന്നും ഉയരുന്നത്. അവസാനമായി വിളന്തറയിലെ മനുഭവനം എന്ന ആ കൊച്ചുവീട്ടിലേക്ക് മിഥുൻ എത്തിയിരിക്കുകയാണ്. ജീവച്ഛവമായി, ജീവനറ്റ ശരീരമായി അവൻ അവിടെ എത്തിയിരിക്കുകയാണ്. കളിച്ചു വളർന്ന വീട് ഇനി ഒരിക്കലും ആ ഇടവഴികൾ താണ്ടി ആ കുഞ്ഞു വീട്ടിലേക്ക് മിഥുൻ എത്തില്ല. അവിടെ തടിച്ചുകൂടിയിരിക്കുന്നവർ മിഥുനെ അറിയാവുന്നവർ മാത്രമല്ല. വാർത്തകളിലൂടെ കേട്ടറിഞ്ഞ മിഥുന്റെ ആകസ്മിക മരണമെന്ന് പോലും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുടെ രക്തസാക്ഷിയായി മാറിയ ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു നാടൊന്നാകെ തേവലക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധീഷ്, എങ്ങനെ പുരോഗമിക്കുന്നു പൊതുദർശനം? നീലിമ, വലിയ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വാർത്ത ഈ നിമിഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇനി ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അമ്മയുടെ തേങ്ങൽ, ആ അച്ഛൻ ഈ മൃതദേഹം ഒന്ന് കാണാൻ മനസ്സനുവദിക്കാതെ മുഖം തിരിച്ചു പോകുന്ന അച്ഛൻ്റെയും ആ കുഞ്ഞ് അനുജൻ്റെയും എല്ലാം മുഖം നമുക്ക് അത് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അതിനുമൊക്കെ ഏറെ അപ്പുറമാണ് അവരുടെ വേദന. ആ കാണുന്ന നമുക്ക് പോലും വലിയ വേദന ഉണ്ടാകുന്നു. ഈ നാടൊന്നാകെ ഇവിടേക്ക് ഇതിന് അന്ത്യോപചാരം അർപ്പിക്കാൻ, യാത്രാമൊഴിയേകാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ജനാവലി, ഏതാണ്ട് 1 മണിക്കൂറിലധികം ഈ ഇവിടുത്തെ പൊതുദർശനം പിന്നിടുമ്പോഴും വലിയ ജനാവലി തന്നെയാണ് ഇനിയും ഇവിടേക്ക് വന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത് ഇത്തരം ഒരു സാഹചര്യം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വലിയ സന്തോഷത്തോടെ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകാൻ അച്ഛൻ്റെ കൈപിടിച്ച് അച്ഛൻ്റെ വണ്ടിയിൽ കയറി ട്യൂഷൻ സെൻറ്ററിലേക്ക് പോവുകയും അവിടെ വിട്ടിട്ട് പോയ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അദ്ദേഹം ജോലിക്ക് പോയി 1 മണിക്കൂറിനുള്ളിൽ ഫോൺ വരുന്നു മകൻ്റെ അപകട വിവരം പറഞ്ഞുകൊണ്ട്. പിന്നീട് ആ അച്ഛനും മകനെ ജീവനോടെ കാണാൻ പറ്റിയിട്ടില്ല. ആ ട്യൂഷൻ സെൻറ്ററിൽ വിട്ടു മടങ്ങിയ അച്ഛൻ. അതുപോലെ തന്നെയാണ് ഒരുക്കി ഉച്ചയ്ക്കുള്ള ആഹാരവും എല്ലാം നൽകി വിട്ടതാണ് മുത്തശ്ശി. ആ മുത്തശ്ശിയാണ് ഓരോ ദിവസവും, അമ്മ വിദേശത്തേക്ക് ജോലി തേടിപ്പോയതോടെ മുത്തശ്ശിയാണ് എല്ലാ ദിവസവും ആഹാരം നൽകി എല്ലാം ചെയ്തു കൊടുത്തു വിടുന്നത്. ആ മുത്തശ്ശിയുടെ മുന്നിലേക്കും വരുന്നത് ഈ ചേതനയേറ്റ മൃതദേഹമാണ്. ഈ വിവരം അറിഞ്ഞതിൽ പിന്നെ ഇന്നുവരെയും തേങ്ങലോടെ മാത്രം നിന്നിരുന്ന ആ മണിയമ്മ എന്ന മിഥുൻ്റെ അച്ഛൻ്റെ അമ്മ, അവരുടെ തേങ്ങൽ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെയാണ് അവരുടെ അമ്മയുടെ വരവ്. ഈ കുട്ടിയുടെ നല്ലൊരു വിദ്യാഭ്യാസം, അതിൻ്റെ ചിലവുകൾ, കെട്ടുറപ്പുള്ള ഒരു വീട്, ഈ സ്വപ്നങ്ങളെല്ലാം നെഞ്ചേറ്റിയാണ് അമ്മ വിദേശത്തേക്ക് പോയത്. ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറായി പോയതാണ്. അവർക്കും വ്യാഴാഴ്ച വൈകിട്ടോടെ ലഭിച്ച ഫോണിൽ അറിയുന്നത് മൂത്ത മകൻ്റെ മരണവാർത്തയാണ്. അങ്ങനെ വിഷമങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുത്തശ്ശൻ നമ്മളോട് പറയുകയാണ്, മുത്തശ്ശന് സ്വയമേ നടക്കാൻ പ്രയാസമുണ്ട്, ഇതിനാണ് കൈപിടിച്ച് നടത്തിയിരുന്നത്, ഇനിയും എങ്ങനെ നടക്കും? അതാണ് ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ള നഷ്ടം. അത് നികത്താൻ ആർക്ക് കഴിയും? ചിലരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞ ഒരു ജീവൻ, അത് സർക്കാർ സംവിധാനങ്ങളുടെയും എല്ലാം തന്നെ ഒരു അനാസ്ഥ തന്നെയാണ്. സ്കൂൾ അധികൃതരുടെ അനാസ്ഥയുണ്ട്, KSEBയുടെ അനാസ്ഥയുണ്ട്. എല്ലാം എത്തി നിൽക്കുന്നത് ഈ മിഥുൻ്റെ ഈ ഒരു വേർപാടിലാണ്. ആ വേർപാട് ഇപ്പോഴും ഒപ്പം പഠിച്ചവർ, കൂട്ടുകാർ എല്ലാവരും നിറകണ്ണുകളോടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ച് യാത്രാമൊഴി ചൊല്ലി പോകുന്ന കാഴ്ച, അതും ഓരോ കുട്ടികളും ഇന്നലെ നമ്മളോട് പങ്കുവച്ചതാണ്. അവർ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരനെ നഷ്ടമാവില്ലായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. ചില അശ്രദ്ധകൾ, അത് വരുത്തി വെച്ച വിന, ആ നഷ്ടം അത് നികത്താവുന്നതല്ല. ഈ കുടുംബത്തിനൊരു അത്താണിയായി നാളെ മാറേണ്ടവൻ, സൈന്യത്തിൽ ജോലി തേടാനിരുന്നവൻ, നന്നായി ഫുട്ബോൾ കളിക്കുന്നവൻ, എല്ലാവരുടെയും കൂട്ടുകാരൻ,
അത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടെയും കുശലം പറയുന്നവൻ, നന്നായി നീന്തുന്നവൻ. ഈ പുഴയിലേക്ക് തൊട്ടു പിന്നിലായി ശാസ്താംകോട്ട കായലാണ്. അവിടേക്ക് അപരിചിതരായവരെത്തി ഇറങ്ങാൻ തുടങ്ങിയാൽ അവർക്ക് വേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നവർ, അപായ ചുഴികളുള്ളിടത്തേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശിച്ചിരുന്നവൻ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ജീവിച്ച മിഥുനാണ് ഇപ്പോൾ ചേതനയേറ്റ് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയത്. എത്ര സന്തോഷത്തോടെയായിരുന്നു വ്യാഴാഴ്ച ഇവിടെ നിന്നും പോയതെന്ന് അമ്മൂമ്മ ഓരോ തവണയും ഏങ്ങലടിച്ച് പറയുമ്പോൾ അത് മുഴങ്ങി കേൾക്കുന്നത് ചിലർക്ക് മുന്നിലേക്കുള്ള ചോദ്യം കൂടിയായാണ്. ഇത്തരത്തിൽ ഒരു അനാസ്ഥ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ ഇന്നിവിടെ ഈ ജനം തടിച്ചുകൂടില്ലായിരുന്നു. നാളെ നല്ലൊരു ആഘോഷത്തിലേക്ക് തടിച്ചുകൂടേണ്ട ജനം ഇന്ന് ഈ മിഥുനെ യാത്ര അയക്കാനായി വന്നു ചേരില്ലായിരുന്നു. ഇത് ആരുടെ വീഴ്ചയാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുമ്പോൾ മിഥുൻ യാത്രയാവുകയാണ്. ആ മിഥുനെ യാത്രയാക്കാനുള്ള ജനക്കൂട്ടമാണ് ഇപ്പോഴും ഈ പരിസരമാകെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. കിലോമീറ്ററുകൾ ദൂരം മുതലേ ക്യൂ നിന്ന് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നു. മൃതദേഹം കൊണ്ടുവരുമ്പോൾ കേട്ട തേങ്ങൽ അത് എത്രയോ അമ്മമാരുടേതായിരുന്നു. ആ ആംബുലൻസ് വന്ന് നിൽക്കുമ്പോഴേക്കും ഈ പ്രദേശമാകെ കുലുങ്ങുമാറുള്ള തേങ്ങലാണ് കേട്ടത്. അത്ര കണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു മിഥുനെന്നുകൂടി വ്യക്തമാകുന്നതാണ്. ഇവിടെ ഈ പൊതുദർശനം പൂർത്തിയായാൽ പിന്നീട് സംസ്കാര ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങേണ്ടി വരും. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഇവിടേക്ക് എത്തിയവർ യാത്രാമൊഴി നൽകി മാറണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ നൽകുന്നത്. അത്തരത്തിൽ വലിയ വേഗത്തിൽ തന്നെയാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത്. ഇന്ന് നടന്നു നീങ്ങുന്ന ആ ഒരു കാഴ്ച, അതിന് മാത്രമേ ആൾക്കാർക്ക് അവസരം ലഭിക്കുന്നുള്ളൂ. എന്തു തന്നെയായാലും ഏതൊരാൾക്കും സഹിക്കാവുന്നതിനപ്പുറമുള്ള വേദന കാഴ്ച തന്നെയാണ് നീലിമ ഇപ്പോൾ ഈ മനുഭവനം എന്ന മിഥുൻ്റെ വീടിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. സുദേശ്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വലത് വശത്ത് താഴെയുള്ള വിൻഡോയിൽ അവൻ്റെ അവസാന ഉറക്കത്തിനുള്ള അന്ത്യനിദ്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് അങ്ങേയറ്റം വിറകൊള്ളുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവനെ അവസാനമായി അവൻ്റെ ചിതയൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിയോടെ ആ കുഞ്ഞു ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങും. എത്ര വലിയ സ്വപ്നമായിരുന്നു അവൻ കണ്ടത്. ഭാവിയിൽ പട്ടാളക്കാരനാകാൻ മോഹിച്ചിരുന്ന മിഥുൻ സ്കൂളിലെ NCC കേഡറ്റ് ആവാൻ ഉടുപ്പ് വരെ തയ്പ്പിക്കാൻ കൊടുത്തിരുന്നു. ആ യൂണിഫോം അണിഞ്ഞ് പരേഡ് നടത്തേണ്ടിയിരുന്ന മുറ്റത്ത് ചേതനയേറ്റ ശരീരമായി അവൻ എത്തിയപ്പോൾ ആ കൂട്ടുകാരുടെയെല്ലാം കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു. മിഥുനെ ഒരു നോക്ക് കാണാനായി 100 കണക്കിന് ആളുകളാണ് സ്കൂൾ മുറ്റത്ത് എത്തിയത്. മിഥുനെ അറിയാത്ത, മിഥുനെ ഇന്ന് വരെ കാണാത്ത ഒരുപാട് പേർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ തടിച്ചുകൂടിയ ആ വീടിൻ്റെ മുറ്റത്ത്, അതുപോലെ പുറത്ത് ഇടവഴികളിൽ എല്ലാം തടിച്ചുകൂടിയിരിക്കുന്ന അവരിൽ പലർക്കും മിഥുൻ എന്ന കുഞ്ഞിനെ അറിയില്ല. പക്ഷേ അവൻ്റെ കൊടുംയാതനയുടെ ഒരു സിസ്റ്റം ഇല്ലാതാക്കിയ ആ കുരുന്നിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആബാലവൃദ്ധം ജനങ്ങൾ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്.